നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മള് തേർഡ് മോഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് മോഡ്യൂളിൽ പറയുന്നത് എന്താണ്? സ്റ്റോറേജ് ഹെഡ് വർക്കിനെ കുറിച്ച് അല്ലേ? അതായത് നമ്മുടെ ഡാമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് എന്തൊക്കെ നോക്കി തേർഡ് മോഡ്യൂളില്? നമ്മുടെ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സും തിങ്കളാഴ്ചയായിരുന്നു അല്ലേ? അപ്പൊ അതിന് ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ തേർഡ് മോഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയാ നോക്കിയത്? ടൈപ്സ് ഓഫ് ഡാംസ് നോക്കി. പിന്നെ നമ്മൾ ഒരു ഡാം സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, പിന്നെ അവിടെ എന്തൊക്കെ സർവേ ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കി. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് ടേംസ് കണ്ടു അല്ലെ? ഡാമിനെ ബന്ധപ്പെടുത്തി കുറച്ച് ടേംസ്, അതായത് FRL, പിന്നെന്തൊക്കെയാണ് വാട്ടർ ലെവലുകൾ, എത്രയാണ് വാട്ടർ ലെവല്, പിന്നെ ഫ്രീ ബോർഡ്. എന്താണ് ഫ്രീ ബോർഡ്? രണ്ട് തരത്തിലുള്ള ഫ്രീ ബോർഡ് ഉണ്ട്, ഗ്രോസ് ഫ്രീ ബോർഡ്, നെറ്റ് ഫ്രീ ബോർഡ് അല്ലെ? അപ്പൊ അതൊക്കെ കണ്ടു. പിന്നെ അതുപോലെ ഡെഡ് സ്റ്റോറേജ്, എന്താണ് ഡെഡ് സ്റ്റോറേജ് എന്നുള്ളത് നമുക്ക് കണ്ടു. ലൈവ് സ്റ്റോറേജ്, പിന്നെ സ്പിൽവേ എന്താണ് എന്നുള്ളത് പറഞ്ഞു തന്നു അല്ലെ? സ്പിൽവേ. പിന്നെ അതുപോലെ പല ലോസസ് ഉണ്ടായിരിക്കും ഡാമില്. അതിലെ മെയിൻ ലോസ് ആണ് ഇവോപ്പറേഷൻ ലോസ്. അപ്പൊ അതെന്താണ് ഇവോപ്പറേഷൻ ലോസ് എന്ന് പറഞ്ഞാൽ എന്നുള്ളത് കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് ഫോഴ്സസ് ദാറ്റ് ആക്ടിങ് ഓൺ എ ഗ്രാവിറ്റി ഡാം ആണല്ലേ നോക്കിയത്. അപ്പൊ നമ്മളൊരു 8 ഫോഴ്സസ് കണ്ടു. ഗ്രാവിറ്റി ഡാമില് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ഫോഴ്സുകൾ. അങ്ങനെ ഒരു 8 ഫോഴ്സസ് നമ്മൾ കണ്ടു. പിന്നെ എന്താണ് ലോ ഡാം, എന്താണ് ഹൈ ഡാം എന്ന് വെച്ചാൽ എന്നല്ല നോക്കി അല്ലേ? അതിലെ ലോ ഡാമിന്റെ എലമെന്ററി പ്രൊഫൈല്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രൊഫൈലും അല്ലെ? പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഓഫ് എ ലോ ഡാം എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ? അതായത് ഒരു ലോ ഡാമിന്റെ ഷേപ്പ്, ഏത് ഷേപ്പിലാണ് ലോ ഡാം ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. പല കേസസും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? അതായത് എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്? ഒരു റിസൾട്ടന്റ്, നമ്മുടെ വാട്ടർ പ്രഷറിനും നമ്മുടെ സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാമിനും കൂടെ ഒരു റിസൾട്ടന്റ് ഉണ്ടായിരിക്കും. ആ റിസൾട്ടന്റ് ഡാമിന്റെ ബേസിന്റെ മിഡിൽ തേർഡ് പോർഷനിലൂടെ പാസ് ചെയ്യണം അല്ലേ? അങ്ങനെ പാസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഡാം ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ 3 കേസസ് ഒക്കെ നോക്കിയല്ലേ? അതായത് ആ ഒരു മിഡിൽ തേർഡ് പോർഷനിന്റെ എക്സ്ട്രീംസിലൂടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എഫക്റ്റ്? അതുപോലെ ഉള്ളിലൂടെ പോവുകയാണെങ്കിൽ, ആ മിഡിൽ തേർഡ് പോർഷനിലൂടെ പോവുകയാണെങ്കിൽ ഡാമിന് എങ്ങനെ അത് എഫക്ട് ചെയ്യും? അതുപോലെ റിസൾട്ടന്റ് ഔട്ട്സൈഡ് ദ മിഡിൽ തേർഡ് പോർഷൻ ആണ് റിസൾട്ടന്റ് പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡാമിന് ഫെയിലിയറിന്റെ സാധ്യതയുണ്ട് അല്ലെ? അതായത് അവിടെ ടെൻഷൻ വരും. നമ്മൾ ഒരു ഡയഗ്രാം ഒക്കെ വരച്ചു. ആ ടെൻഷൻ വരുന്നതുകൊണ്ട് നമ്മുടെ ഡാം ഇസ് മെയ്ഡ് ഓഫ് കോൺക്രീറ്റ്, മോസ്റ്റ്ലി കോൺക്രീറ്റ് വെച്ചാണ് ഉണ്ടാക്കുക. അപ്പൊ ഈ കോൺക്രീറ്റിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ടെൻഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ കോൺക്രീറ്റിന് താങ്ങാൻ പറ്റില്ല. അപ്പൊ ഡാം ഫെയിൽ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അതാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ റിസൾട്ടന്റ് ആ മിഡിൽ തേർഡ് പോർഷനിലൂടെ പാസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഡാമില് ടെൻഷൻ വരും. ആ ടെൻഷൻ നമ്മുടെ ഡാമിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ഡാം ഫെയിൽ ആവുന്നത്. അപ്പൊ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ?
ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രെയിനേജ് ഗാലറിയെ കുറിച്ചാണ്. നമ്മുടെ ഡാംസിലൊക്കെ കൊടുക്കുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഡ്രെയിനേജ് ഗാലറി എന്താണ്, ഡ്രെയിനേജ് ഗാലറി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഡ്രെയിനേജ് ഗാലറി. അപ്പൊ ഡ്രെയിനേജ് ഗാലറി എന്ന് വെച്ചാൽ it is an opening provided in the body wall of the gravity dam in the longitudinal direction to the dam. അപ്പോ അതൊരു ഓപ്പണിംഗ് ആണല്ലേ നമ്മുടെ ഡാമിന്റെ ബോഡിയിൽ. അതായത് ഇപ്പൊ ഇതാണ് നമ്മുടെ ഡാമെങ്കിൽ അല്ലെ, ഡാമിന്റെ ബോഡി. ഈ ബോഡിയിലൂടെ എങ്ങനെ കൊടുക്കുന്ന ഓപ്പണിംഗ് ആണ്? ഇൻ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ടു ദ ഡാം. അതായത് ഇതാണ് ഒരു ഡ്രെയിനേജ് ഗാലറി. നമ്മുടെ റിവർ ഇവിടെയാണ്, അപ്സ്ട്രീം സൈഡ് ഓഫ് ദ റിവർ ഇവിടെയാണ്, ഡൗൺ സ്ട്രീം സൈഡ് ഇതാണ്. അപ്പൊ ആ ഒരു റിവറിന് കുറുകെ വെച്ച സ്ട്രക്ചർ ആണ് ഡാം അല്ലേ. അപ്പൊ ആ ഒരു ലെങ്തില് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാമിന്റെ ആ കുറുകെ കൊടുക്കുന്ന, ആ ഡാമിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ഓപ്പണിംഗ് ആണ് എന്ത്? ഡ്രെയിനേജ് ഗാലറി എന്ന് പറയുന്നത്. It serves as a longitudinal inspection chamber as well as an outlet for seepage water. അപ്പൊ രണ്ട് പർപ്പസ് ആണ് നമ്മുടെ ഡ്രെയിനേജ് ഗാലറിക്ക് ഉള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ആക്ട്സ് ആസ് ഇൻസ്പെക്ഷൻ ചേംബർ. അതായത് അതിന്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടോ, ഡാമിന്റെ ബോഡിക്ക് എവിടെയെങ്കിലും ലീക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഒരു പാസേജ് ആണ്. അതുപോലെ തന്നെ എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് എ ഔട്ട്ലെറ്റ് ഫോർ സീപ്പേജ് വാട്ടർ. എങ്ങാനും നമ്മുടെ ഡാമിന്റെ ബോഡിയിലേക്ക് വെള്ളം ഇറങ്ങി വരികയാണെങ്കിൽ, സീപ്പ് ചെയ്ത് വരികയാണെങ്കിൽ ആ വെള്ളം ഒരു എക്സിറ്റിലൂടെ പുറത്തേക്ക് കളയാനുള്ള ഒരു മാർഗം കൂടിയാണ് എന്ത്? ഡ്രെയിനേജ് ഗാലറി. അതുകൊണ്ടാണ് അതിന്റെ പേര് ഡ്രെയിനേജ്. ഡ്രെയിൻ ചെയ്യും, വെള്ളത്തിനെ ഡ്രെയിൻ ചെയ്ത് കളയും. ഓക്കെ, സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് എങ്ങനെയാണ്? ഇൻ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ടു ദ ഡാം. ഇറ്റ് റൺസ് ത്രൂ 3/4 ഓഫ് ദ ലെങ്ത് ഓഫ് ദ ഡാം. അപ്പൊ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ മുഴുവനായിട്ട് ഉണ്ടാവില്ല, പക്ഷേങ്കിൽ ഒരു 3/4 അല്ലെ, 3/4 ഭാഗവും ഡ്രെയിനേജ് ഗാലറിന്റെ ലെങ്ത് വരും. The suitable cross drains connecting the above with the downstream face of the dam serves also as entrances to the main gallery. അപ്പൊ ഇത് ഈ ഒരു ഡ്രെയിനേജ് ഗാലറിക്ക് ക്രോസ് ഡ്രെയിൻസ് ഉണ്ട് കുറെ അല്ലെ. ഈ ഒരു ഡ്രെയിനേജ് ഗാലറി ഈസ് അലോങ് ദ ലെങ്ത്. അപ്പൊ പെർപെൻഡിക്കുലർ ടു ഡ്രെയിനേജ് ഗാലറി നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് ഉണ്ട്. അതിനെയാണ് ക്രോസ് ഗാലറീസ് എന്ന് പറയുന്നത്. അതായത് ഇതിനോട് ക്രോസ് ആയിട്ടാണ് അല്ലെ, ക്രോസ് ആയിട്ടാണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഇത് എന്ത് ചെയ്യും? ഈ ഡ്രെയിനേജ് ഗാലറിയിൽ വന്ന വെള്ളം ഇത് വഴിയാണ് ഡൗൺ സ്ട്രീമിലേക്ക് ഒഴുകുന്നത്. ക്രോസ് ഗാലറി വഴിയാണ് ഒഴുകുന്നത്. ഓക്കെ, അതാണ് അപ്പൊ ഡ്രെയിനേജ് ഗാലറി. സോ ഇറ്റ് ഈസ് മേ ബി ഓഫ് 2 ടൈപ്സ്. രണ്ട് തരത്തിലുള്ള ഡ്രെയിനേജ് ഗാലറി ഉണ്ട്. ഒന്ന് ഫൗണ്ടേഷൻ ഗാലറി, മറ്റത് ഇൻസ്പെക്ഷൻ ഗാലറി. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. Foundation gallery. It is provided near the foundation to drain off the water that percolates through the foundation. അപ്പൊ നമ്മുടെ ഫൗണ്ടേഷനോട് അടുത്ത് നിൽക്കുന്ന ഡ്രെയിനേജ് ഗാലറി ആണ് ഏത്? ഫൗണ്ടേഷൻ ഗാലറി അല്ലേ. To drain off the water that percolates through foundation. ഫൗണ്ടേഷനിലേക്ക് കയറുന്ന വെള്ളത്തിനെ ഒഴുക്കി കളയാൻ ഉള്ള ഗാലറിയാണ് ഏത്? ഫൗണ്ടേഷൻ ഗാലറി. ഇറ്റ് ഈസ് നിയർ ദ അപ്സ്ട്രീം ഫേസ് ഓഫ് ദ ഡാം. എവിടെയായിരിക്കും അത്? നമ്മുടെ ഡാമിന്റെ അപ്സ്ട്രീം സൈഡിൽ, അപ്സ്ട്രീമിനോട് അടുത്തായിരിക്കും ഫൗണ്ടേഷൻ ഗാലറി കൊടുക്കാറ്. After completing the foundation grouting, drainage holes are drilled from the floor of this gallery
and seepage is collected through holes and is drained off by cross galleries. അപ്പോൾ ഇത് എപ്പോഴാണ് ഈ ഒരു ഡ്രെയിനേജ് ഗാലറി ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഫൗണ്ടേഷൻ ഗ്രൗട്ടിംഗ്. അപ്പൊ ഫൗണ്ടേഷൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഗ്രൗട്ടിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഡ്രെയിനേജിന് നമ്മൾ കുറച്ച് ഹോൾസ് വിടും. ഓക്കെ, അപ്പൊ ആ ഹോൾസിലൂടെ വെള്ളം കളക്ട് ആയി ക്രോസ് ഗാലറിയിലൂടെ വെള്ളം ഡ്രെയിൻ ഓഫ് ചെയ്യും. ഓക്കെ, അതായത് ഡൗൺ സ്ട്രീമിലേക്ക് ഡ്രെയിൻ ഓഫ് ചെയ്യും. അപ്പൊ അതാണ് ഫൗണ്ടേഷൻ ഗാലറി ലൊക്കേറ്റഡ് നിയർ ദ അപ്സ്ട്രീം സൈഡ്. ഓക്കെ, ഇനി അടുത്തത് ജോയിന്റുകളെ കുറിച്ചാണ്. അതായത് കൺസ്ട്രക്ഷൻ ആൻഡ് കോൺട്രാക്ഷൻ ജോയിന്റ്സ് ഇൻ ഡാം. അപ്പൊ നമ്മളൊരു ഡാമില് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ജോയിന്റുകൾ കൊടുക്കും. ഓക്കെ, രണ്ട് തരത്തിലുള്ള ജോയിന്റ്സ് ആണ് കൊടുക്കുക. കൺസ്ട്രക്ഷൻ ജോയിന്റ്സും കോൺട്രാക്ഷൻ ജോയിന്റ്സും ആണ് കൊടുക്കുക. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. Gravity dams are huge and heavy structure that cannot be constructed as a monolithic structure. അപ്പൊ നമ്മുടെ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്ട്രക്ചർ ആണ് അല്ലെ. അപ്പൊ അത് ഒരൊറ്റ സിംഗിൾ സ്ട്രക്ചർ ആയിട്ട് ഒരൊറ്റ കാസ്റ്റിംഗിൽ നമുക്ക് പോസിബിൾ അല്ല. നമ്മൾ ഓരോ പാർട്ടും മെല്ലെ മെല്ലെയാണ് കാസ്റ്റ് ചെയ്ത് എടുക്കുന്നത് അല്ലെ. So the construction is taken up by stages. ഓരോ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. So these joints are required for convenient and economical construction and also to prevent development of cracks in masonry. അപ്പൊ നമ്മുടെ കൺസ്ട്രക്ഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ക്രാക്ക് വരാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, നമ്മൾ ഈ ജോയിന്റ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കൺസ്ട്രക്ഷൻ ജോയിന്റ് എന്ന് നോക്കാം. It facilitates the construction to progress in small stages called lift, which is the vertical distance between two joints. അപ്പൊ എന്താണ് കൺസ്ട്രക്ഷൻ ജോയിന്റ്? നമ്മളൊരു ഡാം ഉണ്ടാക്കുമ്പോൾ ആ ഉണ്ടാക്കുന്നത് എളുപ്പമാക്കാൻ വേണ്ടി കൊടുക്കുന്ന ജോയിന്റ്, അതാണ് കൺസ്ട്രക്ഷൻ ജോയിന്റ്. അപ്പൊ നമ്മുടെ ഈ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ആദ്യം ഒരു കുറച്ച് പോർഷൻ കൺസ്ട്രക്ട് ചെയ്യും, ഒരു ചെറിയ ഹൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്യും അല്ലെ. പിന്നെ അടുത്ത ദിവസം ഹൈറ്റ് കുറച്ചുകൂടെ കൂടും, കുറച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് നമ്മൾ കുറച്ചുകൂടെ കൂട്ടും. അപ്പൊ ഈ ഓരോ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിഫ്റ്റ് എന്ന് വിളിക്കുന്നത്, which is the vertical distance between two joints. അപ്പൊ ആ രണ്ട് ജോയിന്റ് ഇപ്പൊ നമ്മള് ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസത്തെ പണിക്ക് നമ്മള് എന്ത് ചെയ്യും, ഒരു ചെറിയ ഗ്യാപ്പ് വിടും അടുത്ത ദിവസത്തേന് അല്ലെ. അപ്പൊ ആ ഒരു ഗ്യാപ്പിനെയാണ് കൺസ്ട്രക്ഷൻ ജോയിന്റ് എന്ന് പറയാ. ആ ഒരു ദിവസം നമ്മൾ ചെയ്ത ആ ഒരു ഹൈറ്റ് ആണ് ലിഫ്റ്റ്. ഓക്കെ, the height of each lift may vary from 1.5 to 2 meters. അപ്പൊ 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെയാണ് ഒരു ദിവസം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ ജോയിന്റ് വിട്ട്, അതായത് കൺസ്ട്രക്ഷൻ ജോയിന്റ് വിട്ട് അടുത്ത ദിവസം നെക്സ്റ്റ് 1.5 to 2 meters ഹൈറ്റിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അപ്പൊ ഈ കൺസ്ട്രക്ഷൻ ജോയിന്റിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഇറ്റ് is subdivided as transverse joint and longitudinal joint. അപ്പൊ ട്രാൻസ്വേഴ്സ് ജോയിന്റ് ഉണ്ട്, അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ്സും ഉണ്ട്. അപ്പൊ ട്രാൻസ്വേഴ്സ് ജോയിന്റ് നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് കാണാം. ട്രാൻസ്വേഴ്സ് ജോയിന്റ് എന്താണ്, നമ്മുടെ ഡാമിന്റെ ബോഡി ഇതാണ് അല്ലെ. അതായത് ഇവിടെയാണ് അപ്സ്ട്രീം വാട്ടർ, ഈ സൈഡിലായിരിക്കും ഡൗൺ സ്ട്രീം വാട്ടർ. അപ്പൊ ഈ അപ്സ്ട്രീം വാട്ടർ, അപ്പൊ ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഓഫ് ദ ഡാം.
ഇങ്ങനെയായിരിക്കും ഡാമിന്റെ ആക്സിസ് അല്ലെ. ആ ആക്സിസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് ഏത് ജോയിന്റ്? ട്രാൻസ്വേഴ്സ് ജോയിന്റ്. അപ്പൊ ട്രാൻസ്വേഴ്സ് ജോയിന്റ് is provided normal to the axis of the dam. നമ്മൾ കണ്ടു അല്ലെ, ഡാമിന്റെ ആക്സിസിനോട് നോർമൽ ആയി കൊടുക്കുന്നത്, അതായത് പെർപെൻഡിക്കുലർ ആയി കൊടുക്കുന്നതാണ് ട്രാൻസ്വേഴ്സ് ജോയിന്റ്. It is continuous joint from upstream to downstream faces and extend vertically from bottom to top of the dam. അതായത് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ജോയിന്റ്. ഒരു കണ്ടിന്യൂസ് ആണ്, അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. എവിടുന്ന്? ഫ്രം ദ അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീം ഫേസ്. അപ്സ്ട്രീം ഫേസിൽ നിന്ന് ഡൗൺ സ്ട്രീം ഫേസിലേക്ക് ഇതാ ഒരു കണ്ടിന്യൂസ് ജോയിന്റ് ആണ് ട്രാൻസ്വേഴ്സ് ജോയിന്റ്. ഇത് ട്രാൻസ്വേഴ്സ് ജോയിന്റ് ആണ് അല്ലെ. ട്രാൻസ്വേഴ്സ് ജോയിന്റ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനോട് പെർപെൻഡിക്കുലർ ആയി നിൽക്കുന്നതൊക്കെ ട്രാൻസ്വേഴ്സ് ജോയിന്റ് ആണ്. They divide the entire dam section into separate blocks. അപ്പോൾ ഓരോ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യും. It allows the contraction of concrete and thus prevent the development of cracks in the dam. അപ്പൊ നമ്മുടെ ഈ ജോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഈ ജോയിന്റ് allows contraction of concrete. കോൺക്രീറ്റ് ചുരുങ്ങുന്നതിനെ സഹായിക്കും. And thus prevents the development of crack. അങ്ങനെ അവിടെ ക്രാക്സ് ഒന്നും ഇല്ലാതെ നോക്കും. കോൺക്രീറ്റ് കുറച്ച് കോൺട്രാക്ട് ആവും അല്ലെ. അപ്പൊ ആ കോൺട്രാക്ട് ആവുന്നതൊക്കെ ഈ ജോയിന്റ് നോക്കും. അങ്ങനെ അവിടെ ഒരു ക്രാക്ക് വരാതെ ഈ ജോയിന്റ് സഹായിക്കും. ഓക്കെ. പിന്നെ അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ്സ് ആണ്. പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ഡാം. അപ്പൊ ഇപ്പൊ നമ്മുടെ റിവർ ഇതാണെന്ന് വെക്കാം. ഈ ഒരു വാലിയിൽ കാണിക്കുന്നതാണ് നമ്മുടെ റിവർ. ആ റിവറിന് കുറുകെ വരുന്നതാണ് നമ്മുടെ ഡാം അല്ലെ. അപ്പൊ ആ ഡാമിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് ഡാം ആക്സിസ്, ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. അപ്പൊ ഈ ഒരു ഡാം ആക്സിസിനോട് പാരലൽ ആയി വരുന്ന ജോയിന്റ്സ് ഇതെല്ലാമാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു ആ ഒരു ആക്സിസിനോട് പെർപെൻഡിക്കുലർ ആയി വരുന്ന എല്ലാ ജോയിന്റും ട്രാൻസ്വേഴ്സ് ജോയിന്റ് ആണ്. അതുപോലെ ആ ഒരു ഡാമിനോട്, ആ ആക്സിസ് ഓഫ് ദ ഡാമിനോട് പാരലൽ ആയി വരുന്ന എല്ലാ ജോയിന്റും എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ്സ് ആണ്. The spacing of these joints is generally kept in between 15 to 20 meters. അപ്പോൾ രണ്ട് ജോയിന്റുകൾ തമ്മിൽ ഉള്ള വ്യത്യാസം എത്രയാണ്? 15 to 20 മീറ്റർ. അപ്പൊ ആദ്യം ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ് കൊടുത്ത് ഒരു 15 to 20 meters കഴിഞ്ഞിട്ടേ അടുത്ത ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ് കൊടുക്കുന്നുള്ളൂ. These joints are essential in the case of high dams to prevent vertical cracks parallel to the axis of the dam. അപ്പൊ നമ്മുടെ ഹൈ ഡാം എന്ന് വെച്ചാൽ എന്താണ്? കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ഉള്ള ഡാം അല്ലെ. അതായത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ട്രയാങ്കുലർ പ്രൊഫൈൽ വരുന്നതാണ് ലോ ഡാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹൈറ്റ് ഓഫ് ദ വേവ് ഒക്കെ വെച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. എന്താണ് ഒരു ഹൈ ഡാം, എന്താണ് ഒരു ലോ ഡാം എന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അതൊരു ഫോർമുലയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോ these joints are essential in the case of high dam. ഹൈ ഡാമിന്റെ കേസിൽ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ് നമ്മൾ കൊടുത്തിരിക്കണം to prevent vertical cracks parallel to the axis of the dam. അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്നതോടുകൂടി എന്താണ്? അവിടെ വെർട്ടിക്കൽ ക്രാക്കുകളൊന്നും ഡാമിൽ വരില്ല. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ്സ്. അപ്പൊ നമ്മൾ കൺസ്ട്രക്ഷൻ ജോയിന്റുകൾ കണ്ടു. കൺസ്ട്രക്ഷൻ ജോയിന്റിൽ വന്നതാണ് ട്രാൻസ്വേഴ്സ് ജോയിന്റും ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റും അല്ലെ. ഇനി അടുത്തത് കോൺട്രാക്ഷൻ ജോയിന്റ്സ് ആണ്. Variations in temperature generally cause expansion and contraction in masonry when it is a large mass. അപ്പൊ ഈ കോൺട്രാക്ഷൻ ജോയിന്റ് കൊടുക്കുന്നത് എന്തിനാണ്? മെയിൻ ആയിട്ട് ടെമ്പറേച്ചർ വേരിയേഷൻസ്
താങ്ങാൻ വേണ്ടിയാണ് അല്ലേ? അപ്പൊ ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ ഒന്നുകിൽ ആ ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ ആ ഒരു മേസൺറിക്ക് എക്സ്പാൻഡ് ആവാം, അല്ലെങ്കിൽ കോൺട്രാക്ട് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. To localize the formation of the cracks, the dam is divided into sections. അപ്പോൾ നമ്മുടെ ക്രാക്ക് ഫോം ചെയ്യാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡാമിനെ കുറെ സെക്ഷനുകളായി മാറ്റും. എന്നിട്ട് the joints at these sections are sealed against water by means of a joint with a flexible U-shaped copper strip. അപ്പൊ നമ്മുടെ ആ ഒരു ജോയിന്റിനെ എന്ത് ചെയ്യും? സീൽ ചെയ്ത് വെക്കും. എങ്ങനെയാണ് സീൽ ചെയ്ത് വെക്കുക? ബൈ എ ഫ്ലെക്സിബിൾ യു-ഷേപ്ഡ് കോപ്പർ സ്ട്രിപ്പ്. ഒരു കോപ്പർ സ്ട്രിപ്പ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ജോയിന്റ്സിനെ സീൽ ചെയ്ത് വെക്കും. If the temperature variations are very high, it will lead to development of cracks in the body wall. അപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ വളരെ കൂടുതലാണെങ്കിൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്യും. From the stability point of view, these cracks in the masonry are very dangerous. അല്ലേ? അപ്പൊ ഈ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ ultimately it can lead to the failure of the dam. അല്ലേ? അതുകൊണ്ട് this will result in the stability of the dam. By providing contraction joints along the length of the dam at intervals would divide the dam into separate blocks and allow provision for expansion and contraction of material of the dam. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജോയിന്റ് കോൺട്രാക്ഷൻ ജോയിന്റ് കൊടുക്കുന്നതോട് കൂടി എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആ ഡാമിനെ കുറെ സെപ്പറേറ്റ് ബ്ലോക്കുകളായി മാറ്റുകയാണ്. പിന്നെ ഓരോ ബ്ലോക്കിനും എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കോൺട്രാക്ട് ചെയ്യാനുമുള്ള ആ ഒരു പ്രൊവിഷൻ നമ്മൾ തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് എന്ത്? ജോയിന്റുകളെ കുറിച്ച്, അതായത് കൺസ്ട്രക്ഷൻ ജോയിന്റ്, കോൺട്രാക്ഷൻ ജോയിന്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് അടുത്ത് നോക്കാനുള്ളത് സ്പിൽവേ ആണ്. നമ്മൾ പഠിച്ചു അല്ലേ എന്താണ് സ്പിൽവേ എന്നുള്ളത്? എല്ലാവർക്കും അറിയാം സ്പിൽവേ എന്താണ് എന്നുള്ളത്. എന്താണ് ഒരു സ്പിൽവേ? The overflow sections provided in the body wall of the dam for disposing flood water to the downstream side without endangering the stability of the dam. അപ്പൊ നമ്മുടെ ഡാമിന്റെ, ഇപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഡാം എങ്കിൽ ഇതാണ് നമ്മുടെ അപ്സ്ട്രീം അല്ലെ? ഡാമിന്റെ അപ്സ്ട്രീം ആണ്, ഇത് ഡാമിന്റെ ഡൗൺ സ്ട്രീം ആണ്. ഇതാണ് ആ ഒരു റിവറിന് കുറുകെയുള്ള ഇതാണ് ഡാം അല്ലെ? അപ്പൊ ഇതാണ് ആ ഡാമിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. ഇത് ഇങ്ങനെയായിരിക്കും, ഈ ഡയറക്ഷനിലാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് അല്ലെ? ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ സ്പിൽവേ എന്ന് പറയുന്നത് എന്താണ്? ഈ കാണുന്ന സ്ട്രക്ചർ നമ്മുടെ അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പിൽവേ അല്ലേ? It is located in the body of the dam or at one end of the dam or away from the body of the dam independently. അപ്പൊ ഈ സ്പിൽവേ എന്ന് പറയുന്നത് പല സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മുടെ ഡാമിന്റെ ബോഡിയിൽ തന്നെ ലൊക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ at one end of the dam, ഈ ഡാമിന്റെ ഒരു എൻഡിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം സ്പിൽവേ. അതും അല്ലെങ്കിൽ കുറച്ച് വിട്ടിട്ട് ഈ ഡാമിന്റെ ബോഡിയിലല്ലാതെ വേറെ തന്നെ ആയിട്ട് നമുക്ക് സ്പിൽവേസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സ്പിൽവേ പല ടൈപ്സ് ഓഫ് സ്പിൽവേ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു സ്പിൽവേക്ക് ഏതൊക്കെ പാർട്സ് ആണുള്ളത് എന്നുള്ളതൊന്ന് പരിചയപ്പെടാം. The component parts of a spillway are entrance, conduit, outlet entrance. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇൻലെറ്റ് എൻട്രൻസ് ഉണ്ട്, ഒരു കോൺഡ്യൂട്ട് ഉണ്ട്, ഒരു പൈപ്പ് ലൈൻ അല്ലെങ്കിൽ പോകുന്ന വഴി.
പിന്നെ ഒരു ഔട്ട്ലെറ്റ് എൻട്രൻസും ഉണ്ട്. അപ്പൊ 3 കോമ്പണന്റ് പാർട്സ് ആണ് സ്പിൽവേക്ക് ഉള്ളത്. അപ്പൊ എൻട്രൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് when the reservoir level goes above the full reservoir level, the entrance structure admits this excess water and controls the discharge. അത് എപ്പോഴാണ് എൻട്രൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ അല്ലേ, നമ്മുടെ അപ്സ്ട്രീം സൈഡിന് ഇവിടെ അടുത്തുള്ളതാണ് സ്പിൽവേന്റെ എൻട്രൻസ്. ഓക്കെ, അപ്പൊ നമ്മുടെ റിസർവോയർ ലെവലിൽ നിന്നും നമ്മളൊരു FRLനാണ് എപ്പോഴും ഒരു ഡാം ഡിസൈൻ ചെയ്യുന്നത്. ഫുൾ റിസർവോയർ ലെവലിൽ അത്രയാണ് ഡാം ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു FRLൽ നിന്നും വെള്ളം കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവിടുത്തെ എൻട്രൻസ് ഷട്ടേഴ്സ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പൊ ആ ഷട്ടർ നമ്മൾക്ക് ആ ഷട്ടറിലൂടെ ഇറ്റ് വിൽ അഡ്മിറ്റ് ദ വാട്ടർ അല്ലേ, ആൻഡ് ദ ഷട്ടർ വിൽ കൺട്രോൾ ദ ഡിസ്ചാർജ്. ആ ഷട്ടർ നമ്മുടെ ഡിസ്ചാർജ് കൺട്രോൾ ചെയ്യും. അതാണ് എൻട്രൻസ്. പിന്നെ കോൺഡ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ദിസ് ഇസ് എ പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ which carries the discharge to a low level on the downstream of the dam. അപ്പൊ ലോ ലെവലിലേക്ക് ഒരു പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ എന്ത് ചെയ്യും? അപ്സ്ട്രീമിൽ നിന്ന് വെള്ളം കൊണ്ടുവരും. അപ്പൊ അതിനെയാണ് കോൺഡ്യൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഔട്ട്ലെറ്റ് എൻട്രൻസ് ഉണ്ട്. The structure built at the exit end of the spillway to dissipate the energy and convey water to the downstream side of the river. എന്താണ് ഔട്ട്ലെറ്റ് എൻട്രൻസ് എന്നുവെച്ചാൽ നമ്മുടെ എക്സിറ്റിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ ടു ഡിസിപ്പേറ്റ് എനർജി അല്ലെ, നമ്മുടെ വെള്ളം മുകളിൽ നിന്ന് ഒഴുകുകയാണെങ്കിൽ ദാറ്റ് ഇസ് ക്യാരിങ് പൊട്ടൻഷ്യൽ എനർജി. പിന്നെ അത് ഒഴുകുമ്പോൾ ഇറ്റ് ഇസ് ക്യാരിങ് കൈനറ്റിക് എനർജി അല്ലെ. അപ്പൊ അത് ഈ ഒഴുകുന്ന വെള്ളത്തിന് ടോട്ടൽ എനർജി വളരെ കൂടുതലാണ്. അപ്പൊ ആ എനർജി മുഴുവൻ ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി, ആ എനർജി മുഴുവൻ കളയാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഔട്ട്ലെറ്റ് എൻട്രൻസ്. എന്നിട്ട് ആ വെള്ളം ഡൗൺ സ്ട്രീമിലേക്ക് കൊടുക്കും. അതാണ് ഔട്ട്ലെറ്റ് എൻട്രൻസിന്റെ ജോലി അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പിൽവേ എന്ന് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പിൽവേ ഒന്നുകിൽ നമ്മുടെ ഡാമിന്റെ ബോഡിയിൽ കൺസ്ട്രക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡാമിന്റെ ഒരു എൻഡിൽ കൺസ്ട്രക്ട് ചെയ്യാം, അതും അല്ലെങ്കിൽ ഡാമിന്റെ ബോഡിയോട് വിട്ടിട്ടും നമുക്ക് ഈ സ്പിൽവേ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്പിൽവേനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 6 സ്പിൽവേസ് ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓപ്പൺ സ്പിൽവേ, സൈഫൺ സ്പിൽവേ, സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്പിൽവേ, ഷാഫ്റ്റ് സ്പിൽവേ, ട്രഫ് സ്പിൽവേ, സൈഡ് ചാനൽ സ്പിൽവേ. അപ്പൊ അങ്ങനത്തെ 6 ടൈപ്സ് ഓഫ് സ്പിൽവേസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കണം. സോ ആദ്യം ഓപ്പൺ സ്പിൽവേ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഓഗി സ്പിൽവേ. അപ്പൊ ഓപ്പൺ സ്പിൽവേന്റെ വേറെ പേരാണ് എന്ത്? ഓഗി സ്പിൽവേ. അപ്പൊ ഓപ്പൺ സ്പിൽവേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന സ്പിൽവേസ് തന്നെയാണ് കേട്ടോ. സാധാരണ നമ്മളിപ്പോ ഒരു ഡാമിൽ പോയാൽ നമുക്ക് കാണുന്ന ആ ഒരു ഓപ്പൺ ആയിട്ട് വെള്ളം ഓപ്പൺ ആയിട്ട് ഒഴുകുന്നു അല്ലെ, അത് തന്നെയാണ് ഓപ്പൺ സ്പിൽവേ. അതിന്റെ വേറൊരു പേരാണ് ഓഗി സ്പിൽവേ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്രാവിറ്റി ഡാംസ്, ആർച്ച് ഡാംസ് ആൻഡ് ബട്ട്രസ് ഡാംസ്. അപ്പൊ ഈ ഓപ്പൺ സ്പിൽവേ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഗ്രാവിറ്റി ഡാമില്, ആർച്ച് ഡാമില്. ആർച്ച് ഡാം എന്ന് പറഞ്ഞാൽ ആ ഡാമിന്റെ ഷേപ്പ് ആർച്ച് ഷേപ്പ് ആയിരിക്കും അല്ലെ. ആർച്ച് ഡാം ആൻഡ് ബട്ട്രസ് ഡാം. ബട്ട്രസ് ഡാം എന്താണ്? ആ ഡാം വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ സൈഡില്
സ്ലോപ്പിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കൊടുക്കും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബട്രസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഡാം. അപ്പൊ അതിലൊക്കെ കൊടുക്കുന്നത് എന്ത് തന്നെയാണ്? ഓഗി സ്പിൽവേ തന്നെയാണ്. It is used where the width of river is large enough to accommodate the required crest level and where the downstream bed of the floor is strong enough to resist the effects of falling water. അതായത് എവിടെയാണോ റിവറിന്റെ വിഡ്ത്ത് കൂടുതലുള്ളത്, ഓക്കെ, അങ്ങനെ വലിയ വിഡ്ത്തുള്ള റിവറുകൾക്കൊക്കെയാണ് ഈ ഒരു ഓപ്പൺ സ്പിൽവേ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട്? To accommodate the required crust length and where the downstream bed of the river is strong enough to resist the effect of falling water. നമ്മുടെ downstream bed strong ആണെങ്കിൽ, അതായത് ആ വീഴുന്ന വെള്ളത്തിനെ താങ്ങാനുള്ള ശക്തി ഈ ഒരു downstream വാട്ടറിന് ഉണ്ടെങ്കിൽ ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഓഗി സ്പിൽവേ കൊടുക്കുന്നത്. The Augie curve is purposely designed to make the sheet of water to be in contact with the body of the spillway to avoid the formation of cavities which are harmful. അതായത് നമ്മുടെ ആ ഒരു ഈ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്പിൽവേന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കർവ്ഡ് എസ് ഷേപ്പ് ആയിരിക്കും. അപ്പൊ ആ ഷേപ്പിനെ പറയുന്നതാണ് ഓഗി കർവ്. അപ്പൊ അങ്ങനെ ഒരു കർവ് കൊടുക്കുന്നതോട് കൂടി the sheet of water എന്ത് പറ്റും? ഷീറ്റ് ഓഫ് വാട്ടർ cavities ഒന്നും ഇല്ലാതെ ഒഴുകും. When water level rises above the crest, it flows over the spillway onto the downstream side as a sheet of water. അതായത് വെള്ളം ക്രസ്റ്റ് ലെവലിന്റെ മുകളിൽ പോവാണെങ്കിൽ നമ്മുടെ വെള്ളം എന്ത് പറ്റും? സ്പിൽവേന്റെ മുകളിലൂടെ ഡൗൺസ്ട്രീം സൈഡിലേക്ക് ഷീറ്റ് ഓഫ് വാട്ടർ ആയി ഒഴുകും. ഓക്കെ, ഇനി അടുത്തത് സൈഫൺ സ്പിൽവേ ആണ്. It consists of a siphon pipe with one end of it on the upstream side in contact with the reservoir and the other end passes flow on the downstream side. അപ്പോൾ എന്താണ് സൈഫൺ സ്പിൽവേ? സൈഫൺ സ്പിൽവേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണ് നമ്മുടെ ഡാമിന്റെ ബോഡി അല്ലേ? ബോഡി ഓഫ് ദ ഡാം. ഇതാണ് അതിന്റെ അപ്സ്ട്രീം സൈഡ്, ഇതാണ് ഡൗൺസ്ട്രീം സൈഡ്. അപ്പൊ നമ്മുടെ ബോഡി വാളില് ഒരു സൈഫോണിക് പൈപ്പ് കൊടുക്കുകയാണ്. എന്താണ് സൈഫോണിക് പൈപ്പിന്റെ പ്രത്യേകത? The crest of the spillway is fixed at full reservoir level and an air opening is provided. നമ്മുടെ ക്രസ്റ്റ്, ഈ ഒരു സൈഫൺ എന്ന് പറയുമ്പോൾ ഇതാണ് സൈഫണിന്റെ ഷേപ്പ് അല്ലേ? നിങ്ങളെല്ലാവരും പഠിച്ച ഒരു ഷേപ്പ് തന്നെയാണ് സൈഫൺ, സൈഫോണിക് ആക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഒരു എന്താണ്, പൈപ്പ് മുകളിലേക്ക് പോയി താഴേക്ക് വരിക, ഒരു മല പോലെ അല്ലേ? അതാണ് സൈഫോണിക് ആക്ഷൻ. പിന്നെ ഈ ഒരു സൈഫൺ സ്പിൽവേയില് നമ്മുടെ റിസർവോയറിന്റെ ക്രസ്റ്റ് is fixed at full reservoir level and an air opening is provided. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ഒരു എയർ വെന്റ്, എയർ ഓപ്പണിംഗ് കൊടുക്കും. At this level, inlet is provided with a screen from where water enters into the pipe to prevent the entry of any floating matter. അതായത് നമ്മുടെ ആ ഒരു FRL ഫുൾ റിസർവോയർ ലെവലിന് ശേഷം നമ്മൾ ഒരു ഇൻലെറ്റ് കൊടുക്കും. എന്താ, നമ്മുടെ സൈഫോണിക് പൈപ്പിന് ഒരു ഇൻലെറ്റ് കൊടുക്കും. ആ ഇൻലെറ്റിന്റെ എന്താണ് ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു സ്ക്രീൻ കൊടുക്കും, അരിപ്പ പോലെ അല്ലേ? സോ ദാറ്റ് വാട്ടർ ദാറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ പൈപ്പ്, ഈ സൈഫൺ പൈപ്പിലേക്ക് എൻറ്റർ ചെയ്യുന്ന വെള്ളം വിൽ ബി ഫ്രീ ഓഫ് ഫ്ലോട്ടിംഗ് മാറ്റർ.
അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾസും തന്നെ എന്തിലുണ്ടാവില്ല, നമ്മുടെ സൈഫൺ പൈപ്പിലേക്ക് വരില്ല. As the water level in the reservoir rises above FRL, the air vent gets submerged. അപ്പോൾ നമ്മുടെ വാട്ടർ ലെവല് ആ FRL-ലും കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എയർ വെന്റ് ബ്ലോക്ക് ആവും. Siphon starts working like this and it will stop functioning only if the water level comes into FRL. അപ്പോൾ നമ്മുടെ വാട്ടർ ലെവല് FRL എത്തിയാൽ മാത്രമേ സൈഫോണിക് പൈപ്പ് വർക്ക് ചെയ്യുകയുള്ളൂ. മനസ്സിലായോ? Rate of discharge in this case will be more and the quicker since the headwater which it fluctuates is more when compared to the open spillway. അപ്പോൾ ഇവിടെ ഡിസ്ചാർജ് റേറ്റ് കൂടുതലായിരിക്കും. എന്തിനെ കമ്പയർ ചെയ്തിട്ട്? നമ്മുടെ മുൻപത്തെ ഓപ്പൺ സ്പിൽവേ ഓർ ഓഗി സ്പിൽവേനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും ഡിസ്ചാർജ് കൂടുതൽ. ഓക്കെ, ഇനി അടുത്തത് ഷാഫ്റ്റ് സ്പിൽവേ ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഗ്ലോറി ഹോൾ സ്പിൽവേ. ഷാഫ്റ്റ് സ്പിൽവേന്റെ വേറെ പേരാണ് ഗ്ലോറി ഹോൾ സ്പിൽവേ. This shape will be just like a funnel which at the lowest end is turned at right angles into a shaft which is taken out of the dam section. അതായത് നമ്മുടെ ഈ ഷാഫ്റ്റ് സ്പിൽവേന്റെ ഷേപ്പ് എങ്ങനെയാണ്? ഒരു ഫണലിന്റെ ഷേപ്പാണ്. എന്നിട്ട് നമ്മുടെ ആ ഒരു ഫണലിന്റെ എൻഡ് അറ്റം എന്ത് ചെയ്തു? ഒരു റൈറ്റ് ആംഗിൾ ആക്കി മാറ്റി. അതാണ് ഷാഫ്റ്റ് സ്പിൽവേ. It is more ideal where space is limited and where other types of spillways cannot be provided. അപ്പൊ നമുക്ക് സ്പേസ് ലിമിറ്റേഷൻ ഉള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ വേറെ സ്പിൽവേകൾ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാണെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഷാഫ്റ്റ് സ്പിൽവേ ഉപയോഗിക്കുക. ഇനി അടുത്തത് സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്പിൽവേ ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സ്പിൽവേ വിത്ത് ഫ്രീ ഓവർഫോൾ. അപ്പൊ സ്ട്രെയിറ്റ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പിൽവേക്ക് സ്ട്രെയിറ്റ് ഡ്രോപ്പ് ആണ്. അപ്പൊ അവിടെ എന്താണ്? The water drops onto the downstream side freely from the crest. അപ്പൊ നമ്മുടെ ക്രസ്റ്റിൽ നിന്ന്, മുകളിൽ നിന്ന് വെള്ളം ഫ്രീ ആയിട്ട് താഴേക്ക് അങ്ങ് ഒഴുകും. It is ideal for small bund or thin arch dams. ചെറിയ ബണ്ടുകൾക്കും അതുപോലെ തിന്നായിട്ടുള്ള ആർച്ച് ഡാം അല്ലെ, ആർച്ച് ഡാമിനും ഒക്കെ എന്താണ് നല്ലത്? സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്പിൽവേ കൊടുക്കുന്നതാണ് നല്ലത്. Shape of the spillway is just like a weir. Downstream face may be vertical or sloping. അപ്പോൾ നമ്മുടെ ഡൗൺസ്ട്രീം ഫേസ് വെർട്ടിക്കൽ ആവാം അല്ലെങ്കിൽ സ്ലോപ്പിംഗ് ആവാം. പിന്നെ overhanging hip is provided to keep small discharge away from the section. അപ്പൊ നമ്മൾ ഇവിടെ ചെറിയൊരു ഹിപ്പ് പോലെ കൊടുക്കും. കണ്ടില്ലേ? ഹിപ്പ് പോലെ കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, എങ്ങാനും ഡിസ്ചാർജ് കുറവാണെങ്കിൽ അത് ഈ വാളിനെ എഫക്ട് ചെയ്യാൻ പാടില്ല, ഈ വാളിലേക്ക് തട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു ഹിപ്പ് കൊടുക്കുന്നത്. To protect the downstream bed from heavy scouring that will happen because of vertical drop of water, sometimes a water cushion is artificially created by constructing a low height bund. അപ്പൊ ചില സമയത്ത് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, ഈ ഡൗൺ സ്ട്രീമിൽ ഇപ്പൊ നമ്മുടെ വെള്ളം ഈ അപ്സ്ട്രീമിൽ നിന്ന് വന്ന് ഡൗൺ സ്ട്രീമിലേക്ക് വീഴുകയാണ് അല്ലേ. അപ്പൊ ചില കേസിൽ ഡൗൺ സ്ട്രീം ബെഡ് പ്രൊട്ടക്റ്റഡ് ആവണം ഫ്രം സ്കൗറിങ്. സ്കൗറിങ് എന്ന് പറയുമ്പോൾ തേഞ്ഞു പോകുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്ത്? ഡൗൺ സ്ട്രീം ബെഡ്.
അല്ലേ? അപ്പൊ അതിനു വേണ്ടി sometimes a water cushion is artificially created by constructing a low height bed. അപ്പൊ ഇവിടുത്തെ ഡൗൺ സ്ട്രീം ബെഡ് നശിച്ചു പോവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ചെറിയൊരു വാട്ടർ കുഷൻ വെക്കും. കുറച്ച് വെള്ളം ഇവിടെ എന്തായാലും വെക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ഒരു ചെറിയ ലോ ബണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോ നമ്മുടെ ക്രസ്റ്റിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിന് ഡൗൺ സ്ട്രീം സൈഡിലെ സോയിലിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതാണ് സ്ട്രെയിറ്റ് ഡ്രോപ്പ് സ്പിൽവേ. ഇനി അടുത്തത് ട്രഫ് സ്പിൽവേ ആണ്. അടുത്തത് ട്രഫ് സ്പിൽവേ ആണ്. It consists of a steeply sloping open channel. അപ്പൊ ഒരു ട്രഫ് സ്പിൽവേ ഹാസ് എന്ത്? സ്റ്റീപ്ലി സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ചാനൽ ആണ് ഉള്ളത്. അതായത് നമ്മുടെ ഓഗി സ്പിൽവേ ഒക്കെ പോലെ ഓപ്പൺ ചാനൽ. പക്ഷെ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്ന ഓഗി കർവിന്റെ പോലെ ഒരു എസ് കർവ് ആയിരിക്കില്ല, നേരെ മറിച്ച് സ്റ്റീപ്ലി സ്ലോപ്പിംഗ് ആയിരിക്കും. ബേസ് ഓഫ് ദ ചാനൽ ഈസ് ഓഫ് RCC മെറ്റീരിയൽ. അതിന്റെ ആ ഒരു ചാനലിന്റെ ബേസിൽ നമ്മൾ RCC ആണ് ഇടുക. റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണ് ഇടുക. പിന്നെ ഈ ട്രഫ് സ്പിൽവേന്റെ വേറൊരു പേരാണ് ച്യൂട്ട് സ്പിൽവേ. Section of the chute is narrow at the starting and made wider at the end. അപ്പൊ നമ്മുടെ ആ ഒരു ച്യൂട്ട് എങ്ങനെയാണ്? സ്റ്റാർട്ടിങ്ങില് മുകളിൽ നാരോ ആയിരിക്കും, താഴേക്ക് എത്തുമ്പോഴേക്ക് കൂടുതൽ വിഡ്ത്ത് ഉണ്ടായിരിക്കും. എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? To reduce the velocity of discharging water. ആ വെള്ളത്തിന്റെ വെലോസിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡൗൺ സ്ട്രീം സൈഡ് എത്തുമ്പോഴേക്കും കുറച്ച് കൂട്ടി കൊടുക്കുന്നത് അല്ലേ? അതായത് ഇപ്പൊ ഇതാണ് നമ്മുടെ ഡാം എങ്കിൽ കണ്ടില്ലേ, കുറച്ച് നമ്മള് ഏരിയ കൂട്ടി കൊടുക്കും, വൈഡായി കൊടുക്കും. അപ്പൊ ഏരിയ കൂട്ടുമ്പോ വെലോസിറ്റി കുറയും അല്ലേ? To keep the discharge constant. നിങ്ങൾക്ക് അറിയാലോ ഫോർമുല Q = AV അല്ലേ? FM-ലൊക്കെ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്. Q = AV. അപ്പൊ ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആയി നിൽക്കാൻ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി കുറയും അല്ലേ? So the crust is at right angles to the center line of the channel. അപ്പൊ നമ്മുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ചാനലിന് റൈറ്റ് ആംഗിളിലാണ് ഉള്ളത്. The spillway will be of such height that water does not spill over them. സ്പിൽവേ നല്ല ഹൈറ്റ് ഉള്ള സ്പിൽവേ ആണ് കൺസ്ട്രക്ട് ചെയ്യുക. എന്തുകൊണ്ടാണ്? മുകളിലൂടെ വെള്ളം ഓവർഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ അടുത്തത് സൈഡ് ചാനൽ സ്പിൽവേ ആണ്. സൈഡ് ചാനൽ സ്പിൽവേ എന്ന് പറയുന്നത് എന്താണ്? It is provided in narrow valleys where side flanks of required width are not available. അതായത് നാരോ വാലീസിന്, നാരോ ആയിട്ടുള്ള വാലീസിലാണ് നമ്മൾ ഈ സൈഡ് ചാനൽ സ്പിൽവേ കൊടുക്കുക. അതായത് ഇവിടെ ഈ റിവർ എന്ന് പറയുന്ന വിഡ്ത്ത് കുറവാണെങ്കിൽ സൈഡില് നമ്മൾ വേറൊരു ചാനൽ കൊടുക്കും. In the case of a trough spillway, water flows at right angles to the weir crest. അല്ലേ? നമ്മുടെ ട്രഫ് സ്പിൽവേയിൽ എങ്ങനെയായിരുന്നു? വാട്ടർ ഫ്ലോസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ വിയർ സ്പിൽവേ ആയിരുന്നു. അല്ല, വിയർ ക്രസ്റ്റിനോട് റൈറ്റ് ആംഗിളിലാണ് വെള്ളം പോകുന്നത്. പക്ഷേങ്കിൽ in a side channel spillway, the water after flowing the weir crest is turned by 90 degree and flows parallel to the weir crest. ഇതെങ്ങനെയാണ്? നമ്മുടെ വെള്ളം വിയർ ക്രസ്റ്റിലൂടെ ഒഴുകിയതിന് ശേഷം പിന്നെ 90 ഡിഗ്രി എടുത്ത് വിയർ ക്രസ്റ്റിനോട് പാരലൽ ആയി ഒഴുകും. A channel receives this water and joins the same to the downstream flow of the river. അപ്പൊ നമ്മുടെ അപ്സ്ട്രീമിന്ന് ഈ ചാനൽ എന്ത് ചെയ്യും?
നമ്മുടെ ശരിക്കുള്ള റിവറിന്റെ ഡൗൺ സ്ട്രീമിലേക്ക് തന്നെ ചേരും. അതാണ്. അപ്പൊ നമ്മൾ ആ ഒരു സൈഡിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സ്പിൽവേ കൊടുക്കുന്നത്. അതാണ് സൈഡ് ചാനൽ സ്പിൽവേ. ഓക്കെ, അപ്പൊ അതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പിൽവേസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു.